ഏതായാലും ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ അദ്ദേഹത്തിന് വലിയ വിപുലമായ സ്വീകരണം നൽകാൻ പ്രവർത്തകരും നേതാക്കളും ഒക്കെ അദ്ദേഹം പുറത്തേക്ക് വരുന്നത് കാത്തിരിക്കുകയാണ്. വലിയ മുദ്രാവാക്യങ്ങളും മറ്റുമൊക്കെ മുഴക്കിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള ആ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, രാജ്യം കണ്ട ഏറ്റവും മികച്ച ടെക്നോക്രാറ്റ് കൂടെയായ വ്യക്തി, അദ്ദേഹത്തിന് ഏതായാലും ഇപ്പോൾ ആ സ്വീകരണം ഇപ്പോൾ നമുക്കറിയാം. അദ്ദേഹം നടന്നു വരുന്നു. അദ്ദേഹത്തിന് വേണ്ടി കുങ്കുമ ഹരിത പതാക ഏന്തിക്കൊണ്ട് ഭാരതാംബയ്ക്ക് ജയ് വിളിച്ചുകൊണ്ട് പ്രവർത്തകർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറിന് റെയിൽവേ സ്റ്റേഷൻ വിപുലമായ സ്വീകരണം നൽകുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് പൂച്ചെണ്ടുകളും മറ്റുമൊക്കെ നൽകുന്നുണ്ട്. നേതാക്കളും പ്രവർത്തകരും ഒക്കെ വലിയ ആവേശം നമുക്ക് ഈ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആവേശത്തോടുകൂടെ ഇപ്പോൾ BJPയുടെ സിറ്റി ജില്ലാ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ ഷോൾ അണിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പൂച്ചെണ്ടുകൾ സമർപ്പിക്കുന്നു. BJPയുടെ മുതിർന്ന നേതാവായ B. ഗോപാലകൃഷ്ണൻ, അതുപോലെ തന്നെ നാഗേഷ്, S. സുരേഷ്, BJP മുൻ ജില്ലാ പ്രസിഡന്റായ അനീഷ് കുമാർ തുടങ്ങിയ ആളുകളൊക്കെ അദ്ദേഹത്തിന് ഷോൾ അണിയിച്ചുകൊണ്ട് വരവേൽക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും BJP വലിയ ആവേശത്തിലാണ്. ഈ വികസിത കേരളം 2025 മാറ്റത്തിന് ഇനി മാറാത്തതിനി മാറും എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടുള്ള ആ പുതിയ സമ്മേളനങ്ങൾക്ക് ഏതായാലും തുടക്കമാവുകയാണ്. ഇപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് നമുക്കറിയാം ഈ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതിന് ശേഷം നടക്കുന്ന ആദ്യ പരിപാടി, സംസ്ഥാനത്ത് ഒട്ടുക്ക് നടക്കുന്ന പരിപാടി, ആ പരിപാടിയിൽ ഏതായാലും സംഘടനാപരമായി വലിയ മാറ്റം കേരളത്തിൽ സാധ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് BJPയുടെ മുൻപിലുള്ള ലക്ഷ്യം. ആ ലക്ഷ്യത്തിൻ്റെ ആദ്യ ചുവട് അത് തൃശ്ശൂരിൽ നിന്ന് തുടക്കമാവുന്നു. തൃശ്ശൂർ നമുക്കറിയാം BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാൻ കഴിഞ്ഞ ഭൂമി. ആ മികച്ച വിജയം നേടാൻ കഴിഞ്ഞ തൃശ്ശൂരിൽ നിന്ന് തന്നെ ഈ വികസിത കേരളം 2025 എന്നുള്ള സമ്മേളനങ്ങൾക്ക്, സംഘടനാപരമായിട്ടുള്ള യോഗങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു എന്നുള്ളത് രാഷ്ട്രീയപരമായി BJP ലക്ഷ്യം വെക്കുന്നത്. തൃശ്ശൂരിലെ ആ വിജയം അത് സംസ്ഥാനത്തൊട്ടുക്ക് വലിയ വിജയമാക്കി മാറ്റുക. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ നഗരസഭകളിൽ, കൂടുതൽ കോർപ്പറേഷനുകളിൽ, കൂടുതൽ പഞ്ചായത്തുകളിൽ, കൂടുതൽ വാർഡുകളിൽ ഒക്കെ വിജയിക്കുക എന്നുള്ളതാണ് BJP ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ ഏതായാലും ആദ്യപടിയെന്നോളം ആ സമ്മേളനത്തിന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിലുള്ള സമ്മേളനത്തിന് ഏതായാലും ഇന്ന് ഔദ്യോഗികമായിട്ട് തുടക്കമാവുകയാണ്. ഇപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ വന്നിറങ്ങിയ രാജീവ് ചന്ദ്രശേഖരന് വിപുലമായ സ്വീകരണമാണ് BJP നേതാക്കളും പ്രവർത്തകരും ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തെ സ്വീകരിച്ച് റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് കടക്കുകയാണ്. ഇവിടെ നിന്നും നേരെ ലുലു കൺവെൻഷൻ സെൻറ്ററിലേക്കാണ് കിടക്കുന്നത്. ആ ലുലു കൺവെൻഷൻ സെൻറ്ററിലാണ് അദ്ദേഹത്തിന് വികസിത കേരളം 2025 സമ്മേളനങ്ങൾ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഏതായാലും അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുള്ള ആ പ്രവർത്തകരും മറ്റുമൊക്കെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് കടന്നു വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം രാജീവ് ചന്ദ്രശേഖർ എന്ന ആ പുതിയ സംസ്ഥാന അധ്യക്ഷൻ, രാജ്യം കണ്ട മികച്ച ടെക്നോക്രാറ്റ്, മുൻ കേന്ദ്രമന്ത്രി, അദ്ദേഹം സംഘടനാപരമായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം എത്തുന്ന ആ ആദ്യ പരിപാടി, ആ പരിപാടി ഏതായാലും സംസ്ഥാനത്തെ 30 സംഘടനാ ജില്ലകളിലും ഇന്നു മുതൽ ആരംഭിക്കുകയായി. ഇന്നേതായാലും തൃശ്ശൂരിൽ തുടക്കം കുറിക്കുന്ന ഈ സമ്മേളനം അത് മെയ് 10 വരെയാണ് നീണ്ടു നിൽക്കുക. ആ മെയ് 10 വരെ നീണ്ടു നിൽക്കുന്ന സമ്മേളനങ്ങൾ, ആ സമ്മേളനങ്ങൾ ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മാറ്റം കേരളത്തിൽ സൃഷ്ടിക്കുക, അത് സംഘടനാപരമായിട്ടും അതല്ലാതെയുമൊക്കെ ഉള്ള മാറ്റം സൃഷ്ടിക്കുക എന്നുള്ളതാണ് BJP ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറുമായി BJP പ്രവർത്തകർ
റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നിന്നുമാണ് ഇനി നേരെ ലുലു കൺവെൻഷൻ സെൻറ്ററിലേക്ക് തിരിക്കുക. കൃത്യം ഒരു 10 മണിയോടുകൂടെ തന്നെ അവിടെ സമ്മേളനം ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരത് ട്രെയിനിൽ എത്തി. ഇവിടെ നിന്നും സമ്മേളനം നടക്കുന്ന പരിപാടി സ്ഥലത്തേക്ക് തിരിക്കുകയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്താണെന്നുള്ളത് കേൾക്കാൻ ഏവരും ആകാംക്ഷയോടുകൂടെ, പ്രത്യേകിച്ച് നേതാക്കളും പ്രവർത്തകരുമൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ വികസിത കേരളം 2025 അതിന് തുടക്കം കുറിക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഏകദേശം ഒരു 10 മണിയോടുകൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രമിക്കാനാവും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെ വിപുലമായ സ്വീകരണം പൂർത്തിയാക്കി ഇപ്പോൾ സമ്മേളന നഗരിയിലേക്ക് തിരിച്ചിരിക്കുകയാണ് വാഹനവുമായി.